അള്ളാഹുവിൻ്റെ കരാറ് റബ്ബ് പൂർത്തിയാക്കുന്നത് അള്ളാഹു തെരഞ്ഞെടുത്ത ചില ആളുകളുടെ കൈകളിലൂടെയാണ്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ, പണ്ഡിതന്മാർ, ദീനിൻ്റെ ഖാദിമീങ്ങൾ എല്ലാവരും ഈ സമൂഹത്തിലെ സാധാരണക്കാരോട്, ഉമറാക്കളോട് കടപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു നന്മ കാലാകാലങ്ങളിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. പടച്ച തമ്പുരാന്റെ ഒരു സെലക്ഷന് നമ്മൾ യോഗ്യരായിരിക്കുന്നു. ഇനി ആ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ഉയരാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം സാധ്യമാകുന്നു എന്ന് മാത്രമാണ്. അള്ളാഹു ഇനിയും ഒരുപാട് പഠിക്കുകയും മഅൽ മഹ്ബറത്തി ഇലൽ മഖ്ബറ, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പ്രായമായി കൈകാലുകളൊക്കെ വിറക്കുമ്പോൾ കയ്യിൽ ഒരു മഷിക്കുപ്പിയുമായി വരുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ ചോദിച്ചു മഹാനവറുകളോട്, അങ്ങ് എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു മഷിക്കുപ്പിയും കൊണ്ട് നടക്കുന്നത്? അങ്ങ് അൽ ആലിമുൽ അല്ലാമയല്ലേ, പണ്ഡിതന്മാരുടെ പണ്ഡിതനല്ലയോ, ഇമാമു അഹ്ലിസുന്ന വൽ ജമാഅ? അപ്പോൾ മഹാൻ പറഞ്ഞൊരു വാക്കിൻ്റെ മറുപടി അതായിരുന്നു, മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ, മഷിക്കുപ്പിയുമായി ഖബറിലേക്ക്, മരണം വരെ പഠിക്കണം എന്നാണ് ഇതിൻ്റെ സാരം. അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന അമവി ഭരണാധികാരി, അദ്ദേഹം ഒരു വൈകുന്നേര സമയം ഷത്റഞ്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചെസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് കറാഹത്താണെന്നും അല്ല ഹറാമാണെന്നും അല്ല മക്രൂഹാണെന്നും പല അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. അതിന് നർദ്, ലഅബത്തുൻ നർദ് എന്ന് കിതാബുകളൊക്കെ കാണുന്ന നമ്മുടെ ചെസ്സിന് സമാനമായൊരു കളിയാണത്, ബോർഡ് വെച്ചിട്ട് കളിക്കുന്ന കളി. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി വന്നു. അപ്പം അദ്ദേഹം ടവല് കൊണ്ട് ചെസ് ബോർഡ് അങ്ങോട്ട് മൂടി വെച്ചു എന്നാണ്. ചെസ് എന്ന് ഞാൻ പറയാണ്, നർദ്, ലഅബത്തുൻ നർദ്. അപ്പോൾ മോശല്ലേ, ഒരു രാജാവിനെ പോലെ, ഒരു രാജാവായി നിൽക്കുന്ന, ഖലീഫയായി നിൽക്കുന്ന അബ്ദുൽ മലിക് ബിൻ മർവാൻ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ, മനുഷ്യന്മാർ കണ്ട മോശല്ലേ? അപ്പോൾ അദ്ദേഹം അത് മൂടി വെച്ചു. വന്ന മനുഷ്യനോട് ചോദിച്ചു, ഹൽ തഹ്ഫദു ശൈഅൻ മിൻ ഖുർആൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഖുർആൻ അറിയുമോ, ഖുർആൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു സൂറത്ത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, ഹദീസ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അപ്പോഴും പറയും, എനിക്ക് ഒന്നും അറിയില്ല. തഹ്ഫദു താരീഖൽ അറബ്, അറബികളുടെ യുദ്ധവും അവരുടെ ചരിത്രവും അവരുടെ പാരമ്പര്യവും ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരമുണ്ടോ എന്ന് ചോദിച്ചു. അതുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഖസീദകൾ വല്ലതും അറിയോ, മുഅല്ലഖാത്ത് വല്ലതും ഓർമ്മയുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? അതും ഞാൻ പഠിച്ചിട്ടില്ല. ഇൽമുൻ നഹ്വിൽ എന്തെങ്കിലും അറിയോ? അതും അറിയില്ല. അപ്പം അദ്ദേഹം തുണി എടുത്തിട്ട് പറഞ്ഞു, മക്കളെ കളി തുടരാം, ഇവിടെ ഇപ്പോൾ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ യോഗ്യത, അദ്ദേഹം ഒരു ബുദ്ധിയുള്ള ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ നല്ലതും ചീത്തയുമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉലമാ തുറന്നു കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യനിൽ അറിവില്ലാതിരുന്നാൽ അയാളെ ഒരു മനുഷ്യനായിട്ട് പോലും ഗണിക്കേണ്ടതില്ല എന്ന വലിയൊരു പാഠം അദ്ദേഹം അവിടെ നൽകുകയാണ്. ഇൽമ്, അറിവ് എന്നത് അക്ഷരം വായിച്ചെടുക്കുന്ന അറിവല്ല എന്നും, ഇൽമ് എന്നത് നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖൽബ്, it's a light cast into the hearts of beloved people of Allah. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു എറിഞ്ഞു കൊടുക്കുന്ന പ്രകാശമാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു എറിഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഇൽമ് എന്ന് പറയുന്നത്. ലൈസൽ ഇൽമു ബികഥറത്തി റിവായ, ഇൽമ് എന്ന് പറയുന്നത് ഹദീസുകളോ താരീഖുകളോ ആയത്തുകളോ ഒരുപാട് ഉദ്ധരിക്കലല്ലെന്നും, വലാകിന്നഹു നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു ഫീ ഖൽബിൽ അബ്ദ്, അങ്ങനത്തെ ഒരു പ്രകാശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. മഅറൂഫുൽ കർഖി എന്ന് പറയുന്ന ലോകം കണ്ട, ഇറാഖ് ലോകത്തിനെ സമ്മാനിച്ച മഹാനായ പണ്ഡിതൻ, മുതസവ്വിഫായിരുന്നു എന്ന് പറയലാവും കൂടുതൽ നല്ലത്. സൂഫി വര്യനാണ്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ കാലക്കാരനാണ്. ചില ശിഷ്യന്മാരെങ്കിലും മഹാനുകളെ കുറിച്ച് പറയാറുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് പറയും, ഇമാം അവറുകളെ, നിങ്ങൾ എന്തിനായി മഅറൂഫുൽ കർഖി തങ്ങളെ വല്ലാണ്ട് അങ്ങനെ ബഹുമാനിക്കുന്നത്, അദ്ദേഹത്തിന്റെ പിന്നാലെ അങ്ങനെ കൂടുന്നത് എന്തിനാ? നിങ്ങൾ അൽ ആലിമുൽ അല്ലാമ, നിങ്ങൾ വലിയൊരു ആലിമല്ലേ. 40,000 40,000 ഹദീസുകളുടെ സമാഹരണമാണ് മുസ്നദ് എന്ന ഗ്രന്ഥം.
ഇത് ലോകത്തിന് സമ്മാനിച്ച പണ്ഡിതനാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അങ്ങനത്തെ നിങ്ങളിപ്പോൾ ഈ സൂഫിവര്യനായ ഒരു മനുഷ്യൻ്റെ പിന്നാലെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തെ ഇങ്ങനെ ബഹുമാനിക്കുകയും ഇടക്കിടക്ക് പോയി കാണുകയും ചെയ്യുന്നത് എന്തിനാണ്? ശിഷ്യന്മാർക്കൊരു അഭിമാനബോധം കൊണ്ട് അവർ ചോദിച്ചു. ചില ഗുരുനാഥന്മാരെയെങ്കിലും പഴപ്പിക്കാൻ ചില ശിഷ്യന്മാർ ശ്രമിക്കാറുണ്ട് എന്നത് ചരിത്രമാണ്. അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ അവിടെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. ഇൽമ്, അറിവ് എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് ഹദീസ് പഠിച്ച ആളാണ്. ഹദീസ് സനദ് അടക്കം 7 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാഠമുള്ള മഹാനായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ഗുരുനാഥനും നമ്മുടെ മദ്ഹബിന്റെ ഇമാമുമായ ഇമാമുന ശാഫിഈ തങ്ങൾ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ മഹാപണ്ഡിതനാണ്, ഗുരുനാഥനാണ്. അവർക്ക് ഇൽമുൽ ദിറായത്തും ഇൽമുൽ മഅരിഫത്തും എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിച്ചു. അതിന്റെ തണലാണ് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഅറൂഫുൽ ഖർഖി, എത്തിപ്പെട്ടത് മാത്രമല്ലയോ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവെന്ന് പറഞ്ഞ കുറേ ശിഷ്യന്മാരും ഒരുപാട് മുതഅല്ലിമീങ്ങളും ഒരുപാട് ആളുകളുടെ ശിഷ്യഗണങ്ങളുടെ വലിയ സമൂഹവും സൃഷ്ടിക്കൽ മാത്രമാണോ? മഅറൂഫുൽ ഖർഖി എന്ന സൂഫി വര്യൻ, അദ്ദേഹം മുസ്തജാബു ദഅവ, ദുആക്ക് ഉത്തരമുള്ള മഹാനായിരുന്നു. അല്ലാഹുമ്മ അഗ്സിനാ എന്ന് ദുആ ചെയ്താൽ മഴ പെയ്യുമായിരുന്നു. അങ്ങനത്തെ മഹാനായിരുന്നു മഅറൂഫുൽ ഖർഖി തങ്ങൾ. പക്ഷേ അദ്ദേഹത്തിന് വലിയ ദർസോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് ഹദീസുകളുടെ റിവായത്തുകളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഹൃദയത്തിന് ലഭിക്കുന്ന ഒരു വെളിച്ചവും ഹൃദയത്തിൻ്റെ ഒരു നന്മയും ഗുണവും അത് മഅറൂഫ് തങ്ങൾക്ക് ഉണ്ടല്ലോ, ധാരാളമുണ്ടല്ലോ. അതല്ലേ വേണ്ടത്, അതില്ലാതെ പിന്നെ എന്തുണ്ടായിട്ടെന്താ എന്ന് ചോദിച്ചു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാഇൻ്റെ ദൗത്യമേൽപ്പിച്ചവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് കൈപ്പേറിയ അനുഭവങ്ങൾ അനുഭവിച്ചവരാണ് അംബിയാക്കന്മാർ. അവ മുഖ്രിജയ്യ ഖൗമി, വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കസിൻ ഇബ്നു അമ്മിനോട്, പിതൃ സഹോദരനോട് പുണ്യനബി തങ്ങൾ അത്ഭുതത്തോട് ചോദിച്ചു. വറഖത്ത് ബിൻ നൗഫൽ ഹബീബായ നബി തങ്ങളുടെ വഹീൻ്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു, മുഹമ്മദ് നബിയെ, അങ്ങ് ഈ ഉമ്മത്തിൻ്റെ റസൂലാണ്. അങ്ങയുടെ അരികത്തേക്ക് വന്നത് അന്നാമൂസുൽ അക്ബർ കമാ ജാഅ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലേക്ക് വന്ന ആ മഹാമാലാഖയാണ് അങ്ങയുടെ അരികത്ത് ഇഖ്റ എന്ന് വായിപ്പിച്ചുകൊണ്ട് വന്നത്. അങ്ങ് ഈ ഉമ്മത്തിൻ്റെ നബിയാണ്. പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? നിങ്ങളെ നാട്ടുകാർ പുറത്താക്കും. അവ മുഖ്രിജയ്യ ഖൗമി അൽ അമീൻ എന്ന സ്നേഹത്തോടെ സത്യസന്ധനെന്ന് എന്നെ വിളിക്കുന്ന എൻ്റെ ആളുകൾ എന്നെ പുറത്താക്കുമോ? ഖാല കദാലിക്കൽ അംബിയ. പ്രവാചകന്മാർ മുഴുവനും അങ്ങനെയാണ്. സത്യം ഒരല്പനേരത്തേക്ക് അതിനെ തളർത്തിക്കളയാൻ ദുശ്ശക്തികൾക്ക് സാധിച്ചേക്കാം. പക്ഷേ സത്യമാണ് അതിജീവിയായി നിൽക്കുന്നത്. അതിന് മാത്രമേ അതിജീവനമുള്ളൂ. ഇത് അള്ളാഹുവിൻ്റെ വുജൂദിൻ്റെ വലിയൊരു ഹഖായിഖിൽപ്പെട്ടതാണ്. ഇവിടുത്തെ അദലും സത്യവും വിജയിക്കുന്നു എന്ന് പറയുന്നത്. അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങയെ ഞാൻ സഹായിക്കുമായിരുന്നു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് എന്നവർ അഹദ് 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 എന്ന് പറഞ്ഞ് മക്കയുടെ മണ്ണിൽ ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഇതേ വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലൗ ഖതൽതുമു ലത്തഖൽതു ഖബ്റഹു ഹനാന. ഈ മനുഷ്യനെ എങ്ങാനും നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ, ആരെക്കുറിച്ച്? ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെക്കുറിച്ച്. ഈ മനുഷ്യനെങ്ങാനും മരിക്കുകയാണെങ്കിൽ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പോയി കിടക്കുന്ന ഖബർ എൻ്റെ മനസ്സിന് ആശ്വാസമുള്ള ഇടമായി ഞാൻ കണ്ടെത്തുമായിരുന്നു എന്ന് മുശ്രിക്കുകളോട് പറഞ്ഞ ആളാണ് ഈ വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം പിന്നെ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു എന്നത് ചരിത്രമാണ്. ഏതായിരുന്നാലും അംബിയാഇൻ്റെ ഒരു വലിയ ദൗത്യം, മാ വറസു ദീനാറം വലാ ദിർഹമ ഇന്നമാ വറസു ഇൽമ. അറിവ് ലോകത്തിന് ഇട്ടേച്ചു പോയവരാണ് അംബിയാക്കന്മാർ. അവരുടെ പിന്മുറക്കാരാണ് പണ്ഡിതന്മാർ. അള്ളാഹു ആ ഒരു ദൗത്യ നിർവഹണം ഇന്ന് ഖുദ്വത്തായ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. എല്ലാ ഉമ്മത്തിലും ഖൈറുണ്ട്, എല്ലാ സമൂഹത്തിലും ഖൈറുണ്ട്. അൽ ഖൈറു ഫിയ വഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. എൻ്റെ ഉമ്മത്തിലാണ് നന്മയുള്ളത്,
എന്നിലാണ് നന്മയുള്ളത്, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് സംഭവിക്കുന്നത് വരേക്കും ഈ ഉമ്മത്തിലാണ് ഖൈറുള്ളത്. അത് ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ ചില ഏറ്റവ്യത്യാസങ്ങൾ ഉണ്ടാകും. അതങ്ങനെയാണ്. ഖൈറുൽ ഖുറൂന് പോലെയല്ല ശേഷം വരുന്ന കാലഘട്ടങ്ങൾ. ഖുദുവത്തുകൾ ആവശ്യമാണ്. വാക്കുകളിലും പ്രവർത്തനങ്ങളിലും മൗനങ്ങളിലും ജനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നവർ. അല്ലാഹു ഈ ഉമ്മത്തിലെ ആലിമീങ്ങളെ മുഴുവൻ ഉഖ്റവിയായ ആലിമീങ്ങളാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹു ഈ മണ്ണിന് നൽകിയ വലിയ സൗഭാഗ്യമാണ്. ജനങ്ങളോട് അവർ ചെയ്യുന്ന ദൗത്യം എന്താണെന്നറിയോ? എന്താണ് ഒരു പണ്ഡിതൻ ഒരു ഉമ്മത്തിന് ചെയ്യുന്ന ദൗത്യം എന്താണ്? ഒരു ഉസ്താദ് തൻ്റെ ശിഷ്യന് കൊടുക്കേണ്ട ഏറ്റവും വലിയ അറിവെന്താണ്? ഒരു ഗുരുനാഥനിൽ നിന്നൊരു മുതഅല്ലിം പഠിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ അറിവെന്താണ്? ഖുർബുഹു മിനല്ലാഹ്, അല്ലാഹുവിലേക്ക് ആ മനുഷ്യനിലൂടെ അടുക്കാൻ പറ്റുക. നമ്മളൊരുപാട് വേദനകളുള്ളവരാണ്. രോഗിയായി കിടക്കുന്ന മനുഷ്യനോട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ രോഗമെന്ന് മാറിക്കിട്ടിയാൽ മതി. കടബാധ്യതകളിൽ മുഴുങ്ങി കഴിയുന്ന ആളുകളോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ മറുപടി ഒന്ന് മാത്രം: കടം വീടി കിട്ടിയാൽ മതി. മക്കളില്ലാത്തവരോട് എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ മതിയായിരുന്നു, ആണോ പെണ്ണോ അത് പ്രശ്നമല്ല, ഞങ്ങ വൈകല്യുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊള്ളാം, എനിക്കൊരു കുഞ്ഞിനെ വേണം. വീടില്ലാത്തവന് വീട് വേണം, ആരോഗ്യം നഷ്ടപ്പെട്ടവന് ആരോഗ്യം വേണം, ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയവർക്ക് ഇസ്സത്ത് തിരിച്ചു കിട്ടണം. ഇതൊക്കെ നഷ്ടങ്ങളാണ്. നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ പറയുന്ന വിഷയങ്ങളാണിതൊക്കെ. എന്നാൽ ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ ഹിർമാൻ, ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധിക്കാതെ പോയെന്ന ബോധം വരുന്നത്, എനിക്ക് അല്ലാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. വലാ യജിദു ലദ്ദത ഹലാവത്തിൽ ഇബാദ, ഇബാദത്തിൻ്റെ ഒരു മധുരമുണ്ട്, ഇബാദത്തിനൊരു ആനന്ദമുണ്ട്, നിസ്കാരത്തിനൊരു മധുരമുണ്ട്, ഖുർആൻ ഓതുന്നതിനൊരു മധുരമുണ്ട്, ദിക്ർ ചൊല്ലുന്നതിന് എന്തെന്നില്ലാത്ത ആസ്വാദനമുണ്ട്. നാവുകൾ ചലിക്കുമ്പോഴും മനസ്സിനുള്ളിലേക്ക് ആ ഒരു മധുരം കയറി വരുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് ലോകത്ത് നഷ്ടമാകുന്ന ഏറ്റവും വലിയ നഷ്ടം അൽ ഖുർബ് മിനല്ലാഹ്, അല്ലാഹുവിനോടുള്ള അടുപ്പം നഷ്ടമാകുന്നതാണ്. പിന്നെയോ ഇബാദത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുന്നതാണ്. സലഫ് സ്വാലിഹീങ്ങൾ പറയുന്നൊരു കൗതുകകരമായ നുക്തയുണ്ട്. തെറ്റുകൾ ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യൻ വന്ന് പറയാൻ, നിങ്ങൾ പറഞ്ഞില്ലേ തെറ്റ് ചെയ്ത അള്ളാഹ് ശിക്ഷിക്കുന്നു, ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്താണ് എന്നെ ശിക്ഷിക്കാത്തത്? എനിക്കൊരു ശിക്ഷയും കാണുന്നില്ലല്ലോ, എൻ്റെ കച്ചവടം അതേപോലെ ഉഷാറായി പോകുന്നുണ്ട്, ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്, ഞാൻ എല്ലാ കുരുത്തക്കേടും ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അപ്പോഴാണ് നാദാഹു മുനാദിൻ, ഒരു അശ്രീരി കേൾക്കുകയാണ്, അമാ ഹുരിംത ലദ്ദത്തൽ ഖുർബി മഅല്ലാഹ്, അല്ലാഹുവിനോട് അടുക്കാൻ സാധിക്കുക എന്ന ഏറ്റവും വലിയ ആനന്ദം നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അതാണ് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ അദാബ്, വലിയ ശിക്ഷ അതാണ്. വയശീബുൽ മർഉ ഫിൽ ഇസ്ലാം വലം തുഖ്ബൽ ലഹു സ്വലാഹ്, ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടതായിട്ട് ഇല്ലാതെ പോകുന്ന എത്രയോ ആളുകൾ മുസ്ലിമായി ജനിച്ച് നരബാധിച്ച് മരിച്ചു പോകുന്നവരിൽ കാണാം. ഉല്ലം തുഖ്ബൽ ലഹു സ്വലാഹ്, ഒരു നിസ്കാരം പോലും അല്ലാഹു സ്വീകരിച്ചു കാണില്ല. ഇത് നഷ്ടമാണ്. ഈ നഷ്ടം നികത്താൻ കഴിയുന്ന നമ്മുടെ കൈപിടിക്കാനും അല്ലാഹുവിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ദൗത്യമാണ് മഹല്ലിലെ പണ്ഡിതന്മാർ, ഖതീബുമാർ, മുദർരിസുമാർ, മുഅല്ലിമുമാർ, മദ്രസയിൽ അധ്യാപകന്മാർ, സദറുസ്താദ്, ഇവരെല്ലാം നിർവഹിക്കുന്ന, വഅദ് പറയുന്നവർ, ദീൻ പഠിപ്പിക്കുന്നവർ മുഴുവൻ ചെയ്യുന്നത് അല്ലാഹുവിലേക്ക്, പടച്ചതമ്പുരാന്റെ ഹളറത്തിലേക്ക് മനുഷ്യരുടെ ഖൽബുകളെ കൊണ്ടുപോവുക എന്ന വലിയ ദൗത്യമാണ്. അത് മാത്രം നടക്കാതെ ബാക്കി എല്ലാം നടന്നിട്ട് എന്ത് കാര്യമാണ്? وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين
ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ലോകാവസാനം വരെ വരാൻ പോകുന്ന സർവ്വ ആണിനും പെണ്ണിനും അള്ളാഹു ഉദാഹരണം പറഞ്ഞത്, അള്ളാഹു ഉദാഹരണമാക്കി വെച്ചത് രണ്ടേ രണ്ട് പെണ്ണുങ്ങളെയാണ്. ആണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ്, പെണ്ണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ്. അത് ആരാണെന്നറിയുമോ? ആസിയ ബിൻത് മുസാഹിം, ഫറോവയുടെ ഭാര്യയായി ജീവിക്കുകയും എന്നാൽ തൗഹീദിന്റെ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ റിസാലത്തിന്റെ പക്ഷം ചേർന്ന് ജീവിക്കുകയും ചെയ്തത് കാരണം ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ച മഹദിയാണ് ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹാ. ഫറോവയുടെ കൂടെ ജീവിച്ചിട്ട് ആ കൊട്ടാരം നഷ്ടമാവുന്നു എന്ന് മാത്രമല്ല, ക്രൂരമായ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയയായി ആ മഹദി മരിക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ കാണാം, ഹദീസിന്റെ വചനങ്ങളിൽ കാണാം, അസറുകളിൽ കാണാം. പക്ഷെ അല്ലാഹു ഉദ്ധരിച്ചത് മഹദിയുടെ നാവിലൂടെ വന്നൊരേ ഒരു പ്രാർത്ഥനയാണ്. അത് മരിക്കുന്ന നേരത്താകാം, അതിന് തൊട്ടു മുമ്പാകാം, ഫറോവയുടെയും കിങ്കരന്മാരുടെയും ഭീഷണി വന്ന നേരത്താകാം. എപ്പോഴാണ് മഹദി പറഞ്ഞത്? നാവ് കൊണ്ട് പറഞ്ഞോ മനസ്സുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥനയാണോ എന്ന് പോലും അറിയില്ല. സൂറത്തു തഹ്രീമിന്റെ അവസാന ഭാഗം വദറബല്ലാഹു മസല, അല്ലാഹു നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരട്ടെ, ആരാണ് വിശ്വാസി എന്ന് പറഞ്ഞു തരട്ടെ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയാണ് വിശ്വാസിനികൾക്ക് മുഴുവനുമുള്ള ഉദാഹരണം. ഇദ് ഖാലത്, എന്തു ചെയ്തു എന്നല്ല, എന്ത് മഹദി പറഞ്ഞു. മഹദിയുടെ മനസ്സിൽ എന്താണ് വന്നത്? റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ് സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, പടച്ചവനെ എനിക്ക് സ്വർഗം തരണേ എന്ന് മരിച്ചുപോയ എത്രയോ ആളുകൾ ഉണ്ടാകാം. എനിക്ക് സ്വർഗം വേണം റബ്ബേ എന്ന് പറഞ്ഞു പോയവർ എത്രയോ കാണാം. പക്ഷെ ആസിയ ബീവി ചോദിച്ചത് അങ്ങനെയല്ല. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, അല്ലാഹുവേ നിന്റെ അരികത്ത് എനിക്കുണ്ടാക്കി തരണം ഒരു വീട് നിന്റെ സ്വർഗലോകത്ത്. അയൽപ്പക്കം ചോദിച്ചതിന് ശേഷമാണ് വീട് വേണമെന്ന് മഹദി ചോദിച്ചത്. ആരുടെ അടുത്ത്? അല്ലാഹുവേ നിന്റെ അരികത്തിൽ, നിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം. വീട് വേണം എന്നല്ല ആദ്യം പറഞ്ഞത്, നിന്റെ അരികത്ത്. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറയാ സഅലത്തിൽ ജാറ സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ. വീട് വേണം എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പ് അയൽപക്കം എന്താവണം എന്ന് ചോദിച്ചു മഹദി റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ നിന്റെ അരികത്ത്, നിന്റെ അരികത്തേക്ക് എന്ന ചിന്തയിലാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. ഫറോവയുടെ കൊട്ടാരമോ ആർഭാടമോ നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല റബ്ബേ, നിന്റെ അരികത്തേക്ക്, നിന്റെ അരികത്തേക്ക് എനിക്ക് വരണം. അല്ലാഹുവിലേക്ക് മുഅ്മിനീങ്ങളുടെ ഉദാഹരണമാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. നമുക്കെപ്പോഴും പടച്ചോനിലേക്ക് ഒരടി അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരൽപ്പം അല്ലാഹുവിലേക്ക് ഇന്ന് ഞാൻ അടുത്തോ ഇന്നലത്തേതിനേക്കാളും? ഈ ചോദ്യം നമ്മളോട് ചോദിക്കണമെന്നാണ്. കുറേ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം, കുറേ അറിവ് കേട്ടിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ പടച്ചവനിലേക്ക് അടുത്തിട്ടുണ്ടോ? وَمِمَّا زَادَنِي عِزًّا وَتِيهًا وَمِمَّا زَادَنِي عِزًّا وَتِيهًا وَكِدتُّ بِأَخْمُصِي أَطْأُ الثُّرَيَّا دُخُولِي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. MLN നമ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകളുടെ അഭിമാനം എത്രയാൻ. മന്ത്രി എൻ്റെ ആളാണ്, CI എൻ്റെ ആളാണ്, SI എൻ്റെ. എന്താ, അവരൊക്കെ വലിയ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസാണ്, കാര്യങ്ങൾ നടത്തിത്തരാൻ കഴിയുന്നവനാണ്. ദുന്യാവിലെ
ആ മനുഷ്യന് വല്ല അസുഖം വന്നാൽ വല്ലതും നടക്കുമോ? അധികാരം പോയ മന്ത്രിയായി, മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയെന്ന് വിചാരിക്കുക, അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ആൾക്കാർ മൈൻഡ് ചെയ്യുമോ? ഇല്ല. ആൾക്കെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഒന്നും പറ്റൂല. എന്നാലും എന്തൊരു അഭിമാനത്തിലാണ് പറയാ, എൻ്റെ ആളാണ് CM, എൻ്റെ ആളാണ്, എനിക്ക് അടുത്ത ബന്ധമാണ്, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കും, സംസാരിക്കും. ആയിക്കോട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം എന്താണെന്നറിയുമോ? وَمِمَّا زَادَنِي عِزًّا وَشَرَفًا وَكِدتُّ بِأَخْمُصِي أَطْأُ الثُّرَيَّا. ഭൂമിയിലൂടെ കാല് വെച്ച് നടക്കുന്ന മനുഷ്യനാണെങ്കിൽ തന്നെയും എൻ്റെ കാലിൻ്റെ ഉള്ളകം കൊണ്ട് ഉന്നത നക്ഷത്ര ലോകങ്ങളിൽ കാല് ചവിട്ടുന്ന പോലെ അഭിമാനം കൊണ്ട് ത്രസിക്കുകയാണ് ഞാൻ. രണ്ട് കാരണം കൊണ്ട്. നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സമ്പത്തില്ലാതിരിക്കാം, വീടില്ലാതിരിക്കാം, കച്ചവടം നഷ്ടമായിരിക്കാം, മക്കളില്ലാതിരിക്കാം, മക്കളിലൂടെ, ഭാര്യയിലൂടെ, കുടുംബത്തിലൂടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം പോലും കിട്ടാത്ത അവസ്ഥകൾ വന്നിരിക്കാം. എന്നാൽ ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ ഞാൻ അതിൽ പെട്ടുപോയിട്ടുണ്ടല്ലോ. എൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന ഒരഭിമാന ബോധം ഒരു മുഅ്മിനിന് എപ്പോഴും വേണ്ടതല്ലേ? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. MLA മന്ത്രിയൊക്കെ പോട്ടെ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഇതൊന്നുമല്ല, നമ്മൾ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഇത് നമുക്ക് തോന്നാറുണ്ടോ? എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു, അല്ലേ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെയല്ല. അള്ളാഹുവിൻ്റെ ചില തർത്തീബുകൾ, ചില ഹിക്മത്തുകൾ പോലും നമുക്കറിയില്ല. കാര്യം നടക്കുമ്പോഴേ ഇതിനായിരുന്നല്ലേ അള്ളാഹു ഇത് ചെയ്തത് എന്ന് മനസ്സിലാവും. യാ റബ്ബ്, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന് മുഅ്മിനായ മനുഷ്യന് തോന്നണം. അത് മാത്രമല്ല, വഅൻ സ്വയ്യറത അഹ്മദ ലീ നബിയാ, എൻ്റെ നബി നൂഹ് നബിയോ, എൻ്റെ നബി ലൂത്ത് നബിയോ, അയ്യൂബ് നബിയോ, സുലൈമാൻ നബിയോ അല്ല, ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മച്ചിയാണല്ലോ. എൻ്റെ റസൂല് മുഹമ്മദ് നബി തങ്ങളല്ലേ, സയ്യിദുൽ അംബിയാ, അംബിയാഇൻ്റെ നേതാവാണ്, അഷ്റഫുൽ ഖൽഖ് തങ്ങളെ. ആ റസൂലിൻ്റെ ഉമ്മച്ചിയല്ലേ ഞാൻ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടല്ലോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ആകാശ ലോകത്താണ്, ഭൂമിയിലല്ല എന്ന് ഒരു മുഅ്മിൻ അഭിമാനത്തോടെ പറയാൻ കഴിയണം. ഇത് മരിക്കണവരെ പറഞ്ഞൂടെ? നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? അത് ആർക്കെങ്കിലും തോന്നുന്നില്ലെങ്കിൽ ഫഹുവൽ മഹ്റൂം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരയാക്കപ്പെട്ടു എന്ന ഏറ്റവും ദാരുണമായൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർബിലേക്ക്, പടച്ചവൻ്റെ ജിവാറിലേക്ക് കടക്കാൻ കഴിയാതെ പോയാൽ ഏറ്റവും വലിയ നഷ്ടമല്ലേ അത്? ഒരു കമ്പനി നടത്തുന്ന ഒരാൾ അതിൻ്റെ GM ഇന്ന് 4 മണിക്ക് വരുമെന്ന് പറയുമ്പോൾ പാർക്കിംഗ് ലീവ് വേണോ, സാലറി കൂട്ടിക്കിട്ടണോ, പ്രൊമോഷൻ വേണോ, അതൊക്കെ മൂപ്പരോട് ചോദിച്ചാൽ നടക്കും. ഇയാളാണെങ്കിൽ കൊല്ലത്തിലൊരിക്കലേ വരുള്ളൂ. ഇന്ന് 4 മണിക്ക് വരുന്നുണ്ട്, ജോലി 3 മണിക്ക് കഴിയും. അപ്പോൾ 3 മണിക്ക് എല്ലാവരും ഇറങ്ങി പോവോ? 1 മണിക്കൂറൂടെ വെയിറ്റ് ചെയ്യൂലേ? അപ്പോൾ വരട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. കല്യാണം നടത്തണം, അപ്പോൾ ലീവ് കിട്ടണം, സനത് വാങ്ങും. പിന്നെ അടുത്ത ആലോചന അതായിരിക്കും. ഇൻഷാ അല്ലാഹ് വഫഖകുമുല്ലാഹ്. ജോലിയിൽ പോകണം, ജോലി ചെയ്യണം, ഉമ്മയിപ്പയെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പോകണം, പല ആവശ്യങ്ങളുണ്ടാവും. ഇതൊക്കെ പറയണ്ടേ? അപ്പോൾ ജനറൽ മാനേജർ വരുന്നുണ്ട്, കാത്തിരിക്കുകയാണ്. ഉദാഹരണം പറയാം. ഇദാ ദഹബ സുലുസുൽ ലൈൽ, രാത്രിയുടെ 2 ഭാഗം കടന്നു കളഞ്ഞാൽ, സുബഹി വാങ്ക് വിളിക്കാൻ ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ സമയം ബാക്കിയാകുമ്പോൾ, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ് സമാഇദ് ദുനിയാ നുസൂലൻ യലീഖു ബിഹി, അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിക്കുന്ന, സിഫാത്തിനോട് യോജിക്കുന്ന ഒരു ഇറക്കം. അള്ളാഹു 1-ാം ലോകത്തേക്ക്, 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. സുബഹി വാങ്ക് കൊടുക്കാൻ 2-2.5 മണിക്കൂറേ ബാക്കിയുള്ളൂ. അള്ളാഹു ഇറങ്ങി വരും ഭൂമിക്കുള്ള ആളുകളോട് ചോദിക്കാൻ. ഹൽ മിൻ ദാഇൻ ഫഉജീബ്, ദുആ ഇറക്കുന്നവരുണ്ടോ? ഞാൻ ഉത്തരം കൊടുക്കാം. ഹൽ മിൻ സായിലിൻ ഫഉതിയ, ചോദിക്കുന്നവരുണ്ടോ? ഞാൻ അവർക്ക് കൊടുക്കാം. വഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, എന്നോട് റബ്ബേ പൊറുക്കണേ എന്ന് പാപമോചനം ചോദിക്കുന്നവരുണ്ടോ?
ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അള്ളാഹു ഓരോ രാത്രിയിലും ഭൂമിയിലെ ഇബാദുകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നേരമുണ്ട് എന്നറിഞ്ഞിട്ട് ആ പടച്ചവനെ കാണാൻ, അള്ളാഹുവിൻ്റെ ആ ഒരു റഹ്മത്തിൻ്റെ വുജൂദ്, ആ ഒരു നഫഹാറ്റുകൾക്ക് സാക്ഷികളാകാൻ നമുക്ക് നേരം കിട്ടുന്നില്ല. ഇതിനാണ് ഹിർമാൻ എന്ന് പറയാം, നഷ്ടം സംഭവിച്ചവർ. ആ MD വരികയാണെങ്കിൽ നമ്മൾ കാത്തിരിക്കും 1 മണിക്കൂർ ആ മനുഷ്യന് വേണ്ടി, അല്ലേ, ദുന്യാവത്തെ കാര്യം സാധിപ്പിച്ചു കിട്ടാൻ. അള്ളാഹു നമ്മുടെ ദുന്യാവും ആഖിറവും വിജയിപ്പിക്കാൻ ആവശ്യമായ സർവ്വ മുസബ്ബിബാത്തുകളും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹ്ക്ക് അതും വേണ്ട, അസ്ബാബുകളില്ലാതെ കാര്യം ചെയ്യുന്നവനാണ് അള്ളാഹു. ആ റബ്ബിനോടൊന്ന് കാര്യങ്ങൾ പറയാനും ഒന്ന് ഉണർന്നിരിക്കാനും മുസല്ല വിരിച്ചു വുദൂഇന്റെ അവസ്ഥയിലിരുന്ന് 1 മണിക്കൂർ നേരം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കാതെ വരുന്നതാണ് നമ്മുടെ അസുഖത്തെക്കാളും വലിയ പരീക്ഷണം, നമ്മളെ കടങ്ങളെക്കാളും വലിയ പ്രയാസം. നമ്മുടെ മക്കളില്ലായ്മയോ, നമ്മുടെ കച്ചവടം നഷ്ടമായതോ, ജോലിയില്ലായ്മയോ, എന്തൊക്കെ പരാതികളും ശിഖവകളും നമ്മൾ പറയുന്നുണ്ടോ, അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ വിഷയം, അള്ളാഹുവേ നീ വിളിക്കുന്നിടത്ത് എത്താൻ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ, നിന്നിലേക്ക് അടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാണ് അല്ലാഹുവിലേക്കുള്ള ഖുർബ് നഷ്ടപ്പെട്ടു പോകുന്നത്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന്, ഖൈറോവിൽ നിന്ന് സുയസ് ഉൾക്കടൽ അവസാനിക്കുന്ന കരമാർഗത്തിലൂടെ സിനായിലേക്ക് പോകേണ്ട യാത്ര, ആ കരക്കെത്തുന്ന കുറച്ച് ഒരു 4-5 കിലോമീറ്റർ ഇപ്പുറം കടലിന് മുമ്പിലേക്ക് എത്തിപ്പെട്ടു. ഒന്ന് ഇടത്തോട്ട് നടന്ന കര കിട്ടും, പക്ഷേ രാത്രിയാണ്, വഴി കാണുന്നില്ല. ആ സ്ഥലം ഇന്ന് ഉയൂൻ മൂസ എന്ന് പറയുന്ന വലിയൊരു മുനിസിപ്പാലിറ്റി ഉള്ള സ്ഥലമാണ്, കടൽ കടന്ന സ്ഥലം. സൂയസ് കനാലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം. മൂസ നബിയെ ഇന്നാ ലമുദ്റകൂൻ, ഫറോവയുടെ പിടുത്തം കൊടുക്കാതെ ഫലസ്തീനിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി വരികയാണ് മൂസ നബി അലൈഹിസ്സലാം. പക്ഷേ കടലിന്റെ മുമ്പിലാണ് എത്തിപ്പെട്ടത്. 12,000-ഓളം വരുന്ന ഇസ്രായേൽ മക്കൾ മുഴുവൻ മൂസനബിയോട് പരാതിയും മൂസനബിയോട് ശാപത്തിന്റെ വാക്കുകളും പറഞ്ഞു. മൂസനബിയെ, എന്തിനീ പണി ചെയ്തു? എന്തിന് ഞങ്ങളെ കുടുക്കിക്കളഞ്ഞു? ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ. ഒരു ബോട്ട് പോലും, വഞ്ചി പോലും, കപ്പൽ പോലും ഇല്ലാതെ വെള്ളത്തിന്റെ മുമ്പിൽ ഈ രാത്രി സമയം വന്നു നിൽക്കുമ്പോൾ ഫറോവയും അനുയായികളും പോലീസുകാരും ബാക്കിൽ വരുന്നു. നമ്മളെ പിടിച്ചല്ലോ, നമ്മൾ നഷ്ടപ്പെട്ടല്ലോ, നമ്മളെ പിടിക്കപ്പെടുമല്ലോ എന്ന് 12,000 ആളുകൾ വാവിട്ട് നിലവിളിക്കുന്ന നേരം ഒരേ ഒരു മനുഷ്യന്റെ മറുപടിയാണ്, ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നമ്മൾ വിചാരിച്ചു അങ്ങനല്ലേ, ഇതുകൊണ്ട് അങ്ങ് ആകെ പരാജയപ്പെട്ടു പോകും, നമ്മളങ്ങ് കുടുങ്ങിപ്പോകും. ഖല്ലാ, നെവർ, ഒരിക്കലുമില്ല. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവായ അല്ലാഹു ഉണ്ട്. സയഹ്ദീൻ, ആ റബ്ബെനിക്ക് നേരായ മാർഗം കാണിച്ചു തരും. എവിടെ? ഒരു ബോട്ട് മൂസനബി കാണുന്നുണ്ടോ മുമ്പിൽ? ഇല്ല. തുഴയാൻ എന്തെങ്കിലും ഒരു റോ ഉണ്ടോ? അതുമില്ല. ഒരു പലക കഷ്ണുണ്ടോ മുമ്പിൽ? അതുമില്ല. അങ്ങനെ പ്രതീക്ഷകളില്ലാത്തൊരു നേരത്ത് സയ്യിദുനാ മൂസ നബി പറഞ്ഞ വാക്കാണ് ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്. നമുക്കങ്ങനെ തോന്നാറുണ്ടോ? അല്ലാഹുവിൻ്റെ കൂടെയുണ്ട്. ഏറ്റവും വലിയ അറിവുകളിൽപ്പെട്ട ഏറ്റവും വലിയ അറിവാണിത്, അല്ലാഹു കൂടെയുണ്ട് എന്നറിയുന്ന അറിവ്. ഈ അറിവാണിന്ന് കിട്ടേണ്ടത്. ആ അറിവില്ലാതെ നമ്മൾ കുറേ എന്തൊക്കെ നമ്മൾ മസ്അല പഠിച്ചു വെച്ചാലും ഈ അറിവ് കിട്ടാതെ പോയാൽ അതൊന്നും നമുക്ക് ഉപകാരപ്പെടുന്നില്ല, അല്ലേ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. 12,000 ആളുകളുടെ മനസ്സിൽ വന്ന നിരാശയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം, കലീമുള്ളയാണ്, കല്ലാ, ഒരിക്കലുമില്ല മക്കളെ, നിങ്ങൾ എന്തായി പറയുന്നത്? നമ്മൾ കുടുങ്ങുകയോ? നമ്മൾ അല്ലാഹുവിൻ്റെ ദീനിന്റെ ദഅവത്തുമായി വന്നവരല്ലയോ? അടിച്ചമർത്തപ്പെട്ട മദ്ലൂമീങ്ങളല്ലയോ? നമ്മളെ അല്ലാഹു കൈവടിയുകയില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് മൂസ നബി പറയേണ്ട താമസം അതാ വരുന്നു വഹി. ഫളുരിബ് ബിഅസാകൽ ബഹർ, ആ കടലിൽ അങ്ങയുടെ കയ്യിലെ വടി കൊണ്ട് അടിച്ചോളൂ മൂസ നബിയെ. ഇപ്പോഴല്ലേ കടല് പിളരുന്നത്?
അതല്ലേ ബൈബിൾ പുസ്തകം എക്സോഡസ് എന്ന് പറയുന്ന ചാപ്റ്ററാക്കി അതിൻ്റെ കഥ പറയുന്നത്. ഇസ്രായേൽ മക്കൾ 12,000 ആളുകൾ കടൽ കടന്നുപോയ രംഗം മുസനബിയുടെ ഒരൊറ്റ സിഖത്താണ്, മുസനബിയുടെ തവക്കുലാണ് അലൈഹിസ്സലാം.